പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് എന്താന്ന് വെച്ചാൽ ഇന്ന് നമ്മളൊരു വിഷുക്കണി ഒരുക്കുകയാണ്. നമ്മുടെ കുഞ്ഞും എഴുന്നേറ്റ് വരുമ്പോൾ കണിയൊക്കെ കാണട്ടെ. അപ്പോൾ ഒരു വിഷുക്കണി ചെറിയൊരു നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള ഒരു ചെറിയ, കുറേ പോരായ്മകളൊക്കെ ഉണ്ടാകും, എന്നാൽ പോലും നമ്മളെ കൊണ്ട് പറ്റുന്ന നമ്മുടെ കുഞ്ഞിനെ കാണാൻ പറ്റുന്ന രീതിയിൽ ചെറിയൊരു കണി ഒരുക്കാൻ പോവുകയാണ് ഞാൻ. എനിക്കങ്ങനെ കണി ഒരുക്കാനൊന്നും അറിയത്തില്ല, എന്നാൽ പോലും എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ കണി ഒരുക്കാൻ പോവുകയാണ്. നിങ്ങളും പോലെ ബാ. കൃഷ്ണൻ ഇവിടെ ഇരുന്നോട്ടെ, അല്ലെങ്കിൽ ഞാൻ താഴെ ഒന്ന് പൊട്ടു. സെറ്റ്. ഞാൻ ഉരുളി വെച്ചിട്ടുണ്ട്. ഉള്ളതിൽ എന്താ പറയുക, ഇത്രയേ ഉള്ളൂ, ഉള്ളൂ, ചെറുതൊന്നും ഇല്ല. അതിനകത്ത് ഞാൻ അരി ഇട്ടിട്ടുണ്ട്. അതുപോലെ ഒരു തണ്ണിമത്തങ്ങ വാട്ടർമിലൻ വെച്ചിട്ടുണ്ട്. എനിക്ക് കുറച്ച് കണിക്കൊന്ന ഇങ്ങനെ ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് വെള്ളം വയ്ക്കാം. കടച്ചക്ക. ഓക്കെ, എല്ലാം നിറയത്തൊന്നുമില്ല, എന്നുള്ളതൊന്നുമില്ല, അതാണ് കാര്യം. മുന്തിരിങ്ങ, എല്ലാം ഫ്രണ്ടിൽ സെറ്റായി മതിയല്ലോ, ബാക്കിൽ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ചാടി പോകുന്നു. ഇതിനകത്തെല്ലാം ചാടിക്കിടക്കുക. കുക്കുമ്പർ. എനിക്ക് ഇതിനകത്ത് എന്തൊക്കെയാണ് വെക്കണ്ടേന്നൊന്നും സത്യത്തിൽ അറിയാൻ പാടില്ല. എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഉള്ള ഇതാണ് ഞാൻ സെറ്റ്. അപ്പോൾ ഏകദേശം ഓൾമോസ്റ്റ് നമ്മൾ എല്ലാ പഴവർഗ്ഗങ്ങളും അതിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് തന്നെ കണ്ടാലറിയാം എല്ലാം സെറ്റായി. ഇനി നമുക്ക് അവിടെ ഞാനൊരു മുണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ, പുതിയൊരു മുണ്ട് വെച്ചിട്ടുണ്ട്. അതിൽ കുഞ്ഞൊരു വള വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കിത് കണിക്കൊന്ന സെറ്റ് ചെയ്യാം. അത് പ്ലാസ്റ്റിക് കണിക്കൊന്നയാണ് കേട്ടോ. നമുക്ക് ഇവിടെ എല്ലാ സമയമാകുമ്പോഴത്തേക്കും വാടി ചാടിയൊക്കെ പോയില്ലേ, ആ ടൈമിൽ നമുക്ക് കിട്ടാൻ ഭയങ്കര പാടായിരുന്നുകൊണ്ട് ഞാൻ കണിക്കൊന്ന വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതിന് ഒരു പീസിന് 25 രൂപയുള്ളൂ കേട്ടോ. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു കാണാൻ, എനിക്ക് ഒത്തിരി ഇഷ്ടമായി. പിന്നെ നമ്മളൊരു വിളക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ദേ വെള്ളി വെക്കുമെന്ന് കേട്ടിട്ടുണ്ട്. എൻ്റെ മൈൻഡിൽ വന്നതൊക്കെയാണ് ഞാൻ അവിടെ സെറ്റ് ചെയ്തേക്കണേ. അങ്ങനെ വെള്ളി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കൊരു മയിൽപ്പീലി വെച്ച് കൊടുക്കാം. മയിൽപ്പീലിയൊക്കെ വർഷങ്ങൾ മുമ്പുള്ള കേട്ടോ, വർഷങ്ങൾ മുമ്പുള്ള മയിൽപ്പീലിയൊക്കെയാണത്. പിന്നെ ഒരു മുല്ലപ്പൂവിൻ്റെ കൃഷ്ണനെ ചാർത്താനായിട്ടൊരു മുല്ലപ്പൂ നമുക്ക് സെറ്റാക്കി കൊടുക്കാം. പക്ഷേ ഓൾമോസ്റ്റ് ഇതൊക്കെ കാണുമ്പോൾ തന്നെ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ. പിന്നെ നമുക്കത് തിരി കത്തിക്കാനായിട്ട് വിളക്ക് കത്തിക്കാനായിട്ട് തിരി വെക്കാം. എനിക്കിത് കാണുമ്പോൾ ഭയങ്കര സന്തോഷം. കഴിഞ്ഞ വർഷം ഞാൻ ഇപ്പുറത്തെ സൈഡിലാണ് വെച്ചത്, ഈ പ്രാവശ്യം അങ്ങോട്ടേക്ക് മാറ്റി ഞാൻ വിഷുക്കണി വെച്ചു. അപ്പോൾ നമ്മളതെല്ലാം അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടോ. വള, കൊലുസ്, പൈസ എല്ലാം സെറ്റ് ചെയ്തതിൻ്റെ മുകളിൽ മയിൽപ്പീലിയും കൂടെ വെച്ചു. അപ്പോൾ ഇത്രയാണ് ഞാൻ ഒരുക്കിയത്. അപ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ മനോഹരമായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ഇതിൽ തന്നെ ഉണ്ടാവും എന്ന് എനിക്കറിയാം. കുറേ സാധനങ്ങളൊക്കെ ഇനിയുണ്ട്, എന്നാൽ പോലും പറ്റുന്ന രീതിയിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇഷ്ടമായെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഹാപ്പി വിഷു നേരുന്നു. പിന്നെന്താ, ഇനി നമുക്ക് ഓരോരുത്തരെ വിളിച്ച് എഴുന്നേൽപ്പിക്കാം. ഇപ്പം സമയം 5:07 സമയം. നമുക്ക് ഓരോരുത്തരെ വിളിച്ച് എഴുന്നേൽപ്പിക്കാം. ഓക്കെ, അപ്പം നമ്മുടെ കുഞ്ഞൂസിനെയാണ് ഞാൻ ആദ്യം കണി കാണിക്കാൻ കൊണ്ടുവന്ന്. സർപ്രൈസ് എൻ്റെ ഓടി വായോന്നും പറഞ്ഞു. പാവം ഓടി വന്നു കേട്ടോ. പക്ഷെ ഒട്ടും പ്രതീക്ഷയില്ല ഇങ്ങനൊരു ദിവസം ഇന്നതാണ് കാരണം, ഒന്നും അറിയില്ല. അവൾ ഹാപ്പി ആയിരുന്നു, അതിൽ ഞാൻ ഒത്തിരി ഹാപ്പിയാണ്.
പിന്നെ നമ്മൾ അമ്മേനെയാണ് കൊണ്ടുവന്നത്. അമ്മ ഉറക്കപ്പിച്ചിലാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെയോ കാണിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ സ്ട്രീറ്റ് നിർത്തി. കുഞ്ഞിനും അതൊക്കെ കണ്ടിട്ട് ഭയങ്കര ചിരിയായിരുന്നു കേട്ടോ. പിന്നെ അമ്മ ഇങ്ങോട്ട് തിരിഞ്ഞ് നോക്കുമ്പോഴൊക്കെ ആ ഒരു സ്റ്റിക്കിൻ്റെ വെട്ടം കാരണം അമ്മയ്ക്ക് ഹാപ്പി വിഷു ഒന്നും പറയാൻ പറ്റുന്നില്ല, വെട്ടം മുഖത്തേക്ക് അടിക്കുകയായിരുന്നു. അപ്പോൾ അമ്മ അങ്ങനെ പോയി. പിന്നെ നമ്മളിതേ പൊന്നൂസിനെ കൊണ്ടുവന്നു. അമ്മയാണ് പൊന്നൂസിനെ കൊണ്ടുവന്നത്. പൊന്നൂസ് നല്ല ഉറക്കക്ഷീണം ഉണ്ടായിരുന്നു, ഭയങ്കര ഒരു മൂഡ് ഔട്ടായിരുന്നു പുള്ളി. എങ്ങനെയെങ്കിലും അവിടെ നിന്ന് പോയാൽ മതി. പക്ഷേ അവൾ അവിടെ ചിരിച്ചു, അങ്ങോട്ട് നോക്കി ചിരിച്ചായിരുന്നു. പക്ഷേ ഇങ്ങോട്ട് ക്യാമറയിലോട്ട് നോക്കാൻ ഒരു മടിയായിരുന്നു. എനിക്ക് എങ്ങനെയെങ്കിലും ഉറങ്ങണം, അമ്മ എന്നെ കൊണ്ടുപോകും. അങ്ങനെ അമ്മ അവളെ കൊണ്ടുപോയി. പിന്നെ നമ്മൾ പോയി നീലിമേനെ വിളിച്ചുകൊണ്ട് വന്നു. നീലിമ ഉറക്കപ്പിച്ചയിലായിരുന്നു. നമ്മുടെ കുഞ്ഞുമാണ് എല്ലാവരെയും കണ്ണ് കൊത്തണം കേട്ടോ. പിന്നെ അനിയനെ കൊണ്ടുവന്നു. അനിയനും കണി കാണാൻ വന്നു. നമ്മുടെ കുഞ്ഞും കണ്ണ് കൊത്തുവാണ് മേളിലിരുന്ന്. അത് കുഞ്ഞുവിൻ്റെ ഇത് കാണുമ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്, അവളുടെ ആ ഹാപ്പിനെസ്. അപ്പോൾ എല്ലാവരും കണി കണ്ടു, എല്ലാവർക്കും ഇഷ്ടമായി, നിങ്ങളും കണ്ടു, നിങ്ങൾക്ക് ഹാപ്പിയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വിളക്ക് അണച്ചു വെച്ചു, കാരണം കുഞ്ഞുങ്ങൾ വന്ന് തൊട്ട അത് റിസ്ക് ആണ്, അതുകൊണ്ട് അണച്ചു വെച്ചു. പിന്നെ ഫുള്ളായിട്ടുള്ള വീഡിയോ ഞാൻ ഇങ്ങോട്ട് ആഡ് ചെയ്തേക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, തൊട്ടൊരു വേണ്ടിയുള്ള ബെൽ ബട്ടനും കൂടെ ഞെക്കിയേക്കണേ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു വിഷു ആശംസകൾ നേരുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.